ഹായ് ഗായ്സ്, അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഇപ്പോൾ ഈ എടുത്തതിൻ്റെ ക്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പള്ളി പെരുന്നാളിൻ്റെ ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ചുമ്മാ ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കപ്പ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ നമ്മളൊരു സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാം കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ വെള്ളമൊക്കെ ഒന്ന് വാഴണം കേട്ടോ. അപ്പോഴത്തേക്ക് എന്താ അടുപ്പത്തേക്ക് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അതിലേക്ക് ഇനി ഇതാ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. അത് കഴിഞ്ഞിതാ 3 സ്പൂൺ മല്ലിപ്പൊടി. ഇനി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. എന്താ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം വറുത്തെടുക്കണം. മൂത്ത് തന്നെ കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് മൂത്ത് തന്നെ. ഉള്ളി സാധനങ്ങളൊന്നും ഇപ്പം ചേർക്കണില്ല കേട്ടോ. ആദ്യം മല്ലി മുളകൊക്കെ ഒന്ന് വറുത്ത് എല്ല് വേവിക്കണം. അതിന് ലാസ്റ്റാണ് കേട്ടോ ഉള്ളി സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റി മസാലയൊക്കെ ചേർത്തിരുന്നോളൂ. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അതാ ഇത് നല്ലോണം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എല്ലും ഈ മസാലയോടെയും കൂടി നമുക്ക് ഇനി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതാ കുക്കറിലേക്ക് നമുക്ക് എല്ലിട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുക്കറിലേക്ക് എല്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വറുത്ത് വെച്ചാൽ മസാലയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി എല്ല് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അതാ ഇതിന് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതടച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് എല്ല് വേവിക്കാം കേട്ടോ. എല്ല് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കപ്പ വേവിക്കാം. അതാ എല്ലിവിടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തുണ്ട് കേട്ടോ. ഞാൻ അത് വെന്ത് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ എല്ലൊക്കെ അടുപ്പത്ത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പശത്ത് ഒന്ന് നോക്കിയപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നിച്ചുകൂട്ടും വാപ്പപ്പാനോട് അവിടെ പൂച്ചക്കുഞ്ഞ് അവിടെ കിടക്കണ്ടെന്നൊക്കെ പറയണതാണ് കേട്ടോ. അപ്പോൾ അതാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അതാ പുറത്ത് നല്ല മഴയാണ്. നമുക്കിനി എല്ല് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എല്ലൂടെ വെന്ത് വന്നാണ്. നമുക്ക് അവിടെ മാറ്റി കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. വേവിക്കാനുള്ള കപ്പ ഇട്ട് കൊടുക്കാം. കുക്കർ കഴുകണില്ല കേട്ടോ. അപ്പോൾ അതാ കപ്പ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളത്തോടെ വെച്ച് നമുക്ക് അടുപ്പത്തേക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇച്ചിരി വെള്ളത്തോടെ വെച്ചിട്ട് വേവിക്കാം കേട്ടോ. 2 വിസിലടിച്ചരി കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് 2 അടുപ്പിക്കാം. അപ്പോൾ അതാ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കപ്പ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ മിച്ചുക്കുട്ടനും ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉമ്മച്ചി ഇവിടെ നിന്ന് പയറും ഇരിക്കുന്നുണ്ട് കേട്ടോ. പയറ് നാളത്തേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി കപ്പയൊക്കെ വെന്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ കപ്പ ഇവിടെ വന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതാ സവാള, 3 സവാളയും 2 തക്കാളി, ചെറിയ തക്കാളി കേട്ടോ, 2 ചെറിയ തക്കാളിയും ഒരു 5-6 പച്ചമുളകും, എന്താ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. ഇതാ ഉമ്മച്ചി ഇതാ അവിടെ ഇരിക്കണ്ട കേട്ടോ, ഉമ്മച്ചിയും കൊച്ചും ഇതാ അവിടെ ഇരിക്കണ്ട്. ആവശ്യത്തിൽ കൊണ്ടുപോയത് അലക്കിയിട്ടതൊക്കെ മടക്കി വെക്കാൻ കേട്ടോ ഉമ്മച്ചി. ഇഷ്ടം പോലെ തുണികളുണ്ട് കേട്ടോ. അതാ മിച്ചുക്കുട്ടൻ എന്താ ഉമ്മാമ്മയുടെ ഫോൺ വിളിക്കുന്നത് കാണുന്നുണ്ട്. ഉമ്മച്ചി ആ തുണി മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഉള്ളി സാധനങ്ങളും വാട്ടാം കപ്പ ബിരിയാണിക്കുള്ള. അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നു തുടങ്ങി. നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പോട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കാം കേട്ടോ. നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ നല്ലോണം ഒന്ന് വഴണ്ട് വരണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഉമ്മച്ചെടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന നേരം കൊണ്ട് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചേട്ടോ. അങ്ങനെ കത്തിയൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഒരു അടി പിടിച്ചാൽ കേട്ടോ. ഉമ്മച്ചെടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. മറന്നുപോയി, ഇതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സിമ്മിലിട്ട് കൊടുത്തേനെ കേട്ടോ. അത് അപ്പോൾ അതാ 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ കപ്പ ഇവിടെ വെന്ത് വന്നാണ് നമുക്ക് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതോടെ മൂടി വെച്ചിട്ട് ഉള്ളി മസാലയൊക്കെ ചേർത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. മസാലയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അപ്പോൾ അതായത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി,
ഇത്ര ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇനി നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കണം കേട്ടോ. മിക്സായിട്ട് കാണാട്ടോ ഇനി. അപ്പോൾ അത് നല്ലോണം മിക്സായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കപ്പയും എല്ലും വേവിച്ച് വെച്ചിട്ട് അവിടെ എടുത്ത് വയ്ക്കാം. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളി സാധനങ്ങളൊക്കെ മസാലയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൊടുക്കണമെന്ന് ചൂടാവണം കേട്ടോ. ഒന്ന് ചൂടായിട്ട് വേണം ഇനി ഇതൊന്ന് കപ്പ എല്ലോടെയും കൂടി നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാൻ. ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എൻ്റെ ചാറ് എല്ലിൻ്റെ ചാറ് ഇത് അടിയിൽ കിടക്കണ്ട. ഇനി നല്ലോണം തിളച്ച് തന്നെ വന്നിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കോളൂ. ഇനി അത് നല്ലോണം തിളച്ച് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത് ചൂടാകാൻ വെച്ചാൽ നല്ലോണം തിളച്ച് വന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ലോണം തിളച്ച് വന്നുണ്ട്. നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം. നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം കപ്പയ്ക്ക് നല്ലോണം ഒന്ന് ഉടഞ്ഞ് എല്ലൊക്കെയായിട്ട് നല്ല മിക്സായി വന്നു. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഓഫായി കൊടുക്കണ്ട, ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സായി കഴിഞ്ഞതിൻ്റെ ശേഷം ഓഫായി കൊടുത്താൽ മതി. ഇനി നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്താണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കപ്പ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണേ. അപ്പോൾ എടുത്തിട്ടുണ്ട്. അവനോട് ഇന്ന് കഴിക്കണ്ട കേട്ടോ. ഉമ്മച്ചി അപ്പുറം ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ ഉമ്മച്ചി എൻ്റെ മാല നോക്കണേയാണ് കേട്ടോ. മിച്ചുൻ്റെ കയ്യിൽ പോനേൻ്റെ ഡിസ്ചാർജ് ആവണേൻ്റെ തലേന്ന് സൂചി മാറ്റി കുത്തിയപ്പോൾ അവനെൻ്റെ മാല പിടിച്ച് വലിച്ച് മാല പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അത് നാളെ മാറണം. അപ്പോൾ ഉമ്മച്ചിനെ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ പൊട്ടിപ്പോയത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മാല. കണ്ടോ, പൊട്ടിപ്പോയി. നല്ലോണം വലിഞ്ഞിട്ടാണ് കേട്ടോ പൊട്ടിപ്പോയേ. ഉണ്ടോ, അങ്ങനെ മാല പൊട്ടിച്ചു. ഞാൻ നാളെ മാറുമ്പോൾ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ പിടിക്കാം കേട്ടോ. മാറാൻ പോകുമ്പോൾ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഉമ്മച്ചി ഇത് അവിടെ ഇരിക്കണ്ട കേട്ടോ. ഉമ്മച്ചിക്കുട്ടനെ അവിടെ നിന്ന് കഴിക്കണ്ട. ഉമ്മച്ചി അവിടെ ഇരിക്കണ്ട്. അപ്പോൾ മാലയൊക്കെ നോക്കി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ബാബുച്ചി വീട്ടിൽ പോയേക്കുവാണ് കേട്ടോ.
എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. ഉമ്മച്ചീനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാപ്പച്ചി പോയിട്ടോ. വാപ്പച്ചി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. നല്ല മഴയാട്ടോ, ഇടി ഉടുങ്ങുകയും ചെയ്യേണ്ട, നല്ല മഴയുണ്ട്. ഉമ്മച്ചി ഇവിടെ ഇരിക്കണു. അപ്പോൾ അതാ ഞാനും ഉമ്മച്ചി മഴയൊക്കെ കണ്ടുകൊണ്ട് ഇച്ചേനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ. പട്ടക്ക് ഉമ്മച്ചിനെയും കിട്ടുമ്പോഴല്ലേ ഇങ്ങനെ സ്നേഹിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്നുള്ള രീതിയിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്താണ്ട്. ഉമ്മച്ചി ഉണ്ടെങ്കിൽ വർത്താനം തീരുമില്ല കേട്ടോ, എപ്പോഴും വർത്താനമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ പറയാൻ, അത് പിന്നെ അങ്ങനെ ആവുമല്ലോ അല്ലേ. നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് വാപ്പിച്ചിതാ വന്നു. വാപ്പിച്ച് കോട്ടിട്ടുകൊണ്ടാണ് കേട്ടോ വന്നേ. നല്ല മഴയാണ് കേട്ടോ, ഇടി ഉടുങ്ങുന്നുണ്ട് കേട്ടോ. അതാ വാപ്പ വന്നപ്പോൾ നിച്ചുകുട്ടിനെ മിഠായി കൊണ്ടുപോയി കൊടുത്താണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ മിഠായി ഇരിക്കുന്നുണ്ട്, നബിദിനത്തിന് കിട്ടിയത്. എന്നാലും അവനക്ക് മിഠായി വേണം. വാപ്പാനോട് പറഞ്ഞു കേട്ടോ വിട്ട് മിഠായി കൊണ്ടുവരണമെന്ന്. കോലു മിഠായിയാണ് കേട്ടോ. അപ്പോൾ അതാ നബിദിനത്തിൻ്റെ മിഠായി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് അതൊന്നും പോരാന്ന് പറഞ്ഞു. അപ്പോൾ അതാ വാപ്പാനോട് മിഠായി കൊണ്ടിച്ചിട്ടുണ്ട്. അതാ കപ്പ ബിരിയാണി വാവിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട കേട്ടോ. എങ്ങനെയുണ്ട്? വാവയും ടേസ്റ്റ് ചെയ്തു കേട്ടോ. മുറ്റത്ത് പുറത്തിറങ്ങിയിരുന്നാണ് കേട്ടോ. മഴയൊക്കെ കുറഞ്ഞാണ്ട് കേട്ടോ. അതാ മുമ്പേഴ്സയും കുറച്ച് നേരം പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ഇക്കാക്ക് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ എത്തണ്ടോന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് മുമ്പേഴ്സ് ഇരുന്ന് വർത്താനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാപ്പിച്ചുമിച്ച് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല കഴിക്കണില്ല, കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. വാപ്പിച്ച് താമസിച്ചാണ് കേട്ടോ. ആരും കഴിക്കുള്ളൂ 9 മണി 9:30 ആവും. ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. സന്ധ്യ ആയല്ലേ ഉള്ളൂ, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ കൊടുത്തു വിട്ടാണ്ട് കേട്ടോ. വാപ്പിച്ച് കോട്ടയൊക്കെ ഇട്ട് ഉമ്മച്ചിയും കോട്ടിട്ടൊക്കെ ഇറങ്ങുവാണ് കേട്ടോ. മഴയുണ്ട് കേട്ടോ ഇപ്പോഴും പുറത്ത്. ഇക്ക വന്നിട്ടില്ല കേട്ടോ. ഇക്ക വരുമ്പോൾ 9 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ വാപ്പിച്ചും ഉമ്മച്ചിയാണ് പോവാൻ കേട്ടോ. അപ്പോൾ വാപ്പിച്ചും ഉമ്മച്ചിയും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഷോർട്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാഴയിലേക്ക് കപ്പയും കോരിയിട്ട് ജസ്റ്റ് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.